നമ്മുടെ വീടിനടുത്ത് ഒരാളുണ്ടായിരുന്നു. അയാളുടെ മകൻ വലുതായി ഗൾഫിൽ പോയി പൈസക്കാരനായിട്ട് കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തപ്പം പുള്ളിക്ക് അതിൻ്റെതായ ഒരു പളപളപ്പ് സമൂഹത്തിൽ പുള്ളി കാണിക്കും. ചെറിയ ജുബ്ബയിടീര് തുടങ്ങി, ആവശ്യമില്ലാതെ മറ്റേ മഫ്ളർ ഇട്ടുകൊണ്ട് നടക്കുക, ഒരു ചാർജ് ചെയ്യുന്ന ടോർച്ച് അന്ന് കാലത്ത് അത് ബാക്കിയുള്ള എല്ലാവരുടെയും ടോർച്ചിനേക്കാളും ദൂരം അടിച്ച് പറപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഇനങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇറങ്ങി. പുള്ളിക്ക് പല്ല് പോയപ്പം സ്വർണ്ണപ്പല്ല് വെച്ച് കൊടുത്തു. ഈ മോൻ രാമകൃഷ്ണൻ എന്നാണ് ഇയാളുടെ പേര്. സ്വർണ്ണപ്പല്ല് മേടിച്ചെടുത്തപ്പോൾ ഈ വാക്കിലെ പല്ല സ്വർണ്ണപ്പല്ല് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെയൊക്കെ കാണുന്നില്ല എന്നൊക്കെ തോന്നിയപ്പോൾ പുള്ളി ഇഞ്ച എന്നുള്ള വാക്ക്, ചാ എന്നുള്ള വാക്കൊക്കെ പുള്ളി കയറ്റി വെച്ചു പല വർത്താനങ്ങളും. അപ്പോൾ കടയിലൊക്കെ വന്ന് സോമ ഒരു ചായ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കുടിച്ചിട്ട് ഇതിൽ പച്ച ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചായയിൽ, പച്ച ഇഞ്ചി എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി രാമകൃഷ്ണൻ. അപ്പോൾ ഇത് കാണാൻ തുടങ്ങി. ഞാനിത് ഈ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കഥ ധർമ്മജനോട് പറഞ്ഞിട്ട് ഇങ്ങനെ അവനാ ഈ കഥ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഏതോ ഒരു TV പരിപാടി പോയിട്ട് ഈ കഥ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇവൻ ഇത് പറയുമ്പോൾ ആലോചിച്ചു, ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ഞാനുമായിട്ടൊരു വഴക്കുണ്ടാകണ്ടല്ലോ, അയാളുടെ ഒറിജിനൽ പേര് പറഞ്ഞാൽ ഇത് പ്രശ്നമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഇവൻ അവൻ്റെ നാട്ടിലൊരു സുധാകരൻ ചേട്ടനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഈ കഥ അങ്ങോട്ട് പറഞ്ഞു. കഥ പറഞ്ഞ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോട് പറയുമ്പോൾ തന്നെ ഇത് പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ രാമകൃഷ്ണൻ എന്നുള്ളത് ഉണ്ടാക്കി പേരാ. ഈ ലോകത്ത് ഇത്രയും പേരുണ്ടായിട്ട് അയാളുടെ ഒറിജിനൽ പേര് സുധാകരൻ എന്നാ. ഇയാൾ എൻ്റെ വീട്ടിൽ വന്ന മറ്റവൻ്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു, താൻ എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലോകത്ത് ഇത്രയും കോടി പേരുണ്ടായിട്ട് ഇവൻ ഇട്ട പേര് സുധാകരൻ. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ പേര് മാറ്റിയല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് ഒറിജിനൽ പേര് പറഞ്ഞിട്ട്. നമ്മുടെയൊക്കെ വീട് വയ്ക്കുമ്പം ഈ ടോയ്ലറ്റ് പുറത്തൊരു ബിൽഡിങ്ങില്ല, പുറത്താണ്, വീടിനകത്ത് ടോയ്ലറ്റ് അങ്ങനെ വെച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് പിന്നെ ഈ വെസ്റ്റേൺ സ്റ്റൈൽ വന്നു, ഇരിക്കാവുന്ന വെസ്റ്റേൺ സ്റ്റൈൽ വന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് വെസ്റ്റേൺ സ്റ്റൈൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഒരു പരമ്പരാഗത മേസ്ത്രിക്ക് വീട് പണിയുന്ന ആൾ അകത്ത് വെക്കാനാന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പുള്ളി വീട്ടിൽ പണി കഴിഞ്ഞ് തിരിഞ്ഞു വന്നപ്പോഴേ പുള്ളി ഈ വെസ്റ്റേൺ സ്റ്റൈൽ കുഴിച്ചിട്ടു. ഇയാളോട് വന്നപ്പോൾ പറയാം, അതെ നിങ്ങൾ എവിടെ നിന്ന് മേടിച്ച ടോയ്ലറ്റ് ആണെങ്കിലും ശരി, കാല് വെക്കാനുള്ള ആ 2 കഷ്ണം കിട്ടിയിട്ടില്ല, അത് മറന്നു. അത് ഇയാൾക്ക് കാല് വെക്കാനാണ് ചെന്നപ്പം വെസ്റ്റേൺ സ്റ്റൈൽ മൊത്തമായിട്ട് കുഴിച്ചിട്ടിട്ട് നിലത്തൊരു കുഴി പോലെ ആക്കി വെച്ചേക്കാം, മുകളിലോട്ടുള്ള വശവും കൂടെ പുള്ളി കുഴിച്ചിട്ടു. അതുപോലെ വേറൊരു മേസ്ത്രി വന്നിട്ട് ഈ 2 സൈഡിൽ കാല് വെക്കാനായിട്ട് 2 വൈറ്റ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇത് വച്ചപ്പോൾ ഇത് അലൈൻമെൻറ്റ് മാറി ഇത് ഇങ്ങനെ വെച്ചു പുള്ളി. ഇങ്ങനെ വെച്ചപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ വീട്ടുകാർ ഓട്ട മത്സരത്തിന് നിൽക്കുന്ന പോലെ ഇങ്ങനെയാ. ഈ കാൾ ലൂയിസും ബെൻ ജോൺസണും ബോൾട്ടൊക്കെ നിൽക്കുന്നത് പോലെ ഓടാൻ നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരും. നമ്മുടെ അവിടെ ഒരാൾ വീട് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ അയാളുടെ ഭയങ്കര വിശ്വാസിയാണ്, കൈ മുറിഞ്ഞാൽ ജോത്സ്യൻ്റെ അടുത്ത് പോകുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് വീട് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ കഷ്ടകാലമൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് പുള്ളി ഒരു നല്ല എവിടുന്നോ ഒരു വാസ്തുക്കാരനെ രംഗത്തിറക്കി. വാസ്തുക്കാരൻ വന്ന് വീട് മുഴുവൻ നോക്കിയിട്ട് പറഞ്ഞ് ചിലവ് ഇച്ചിരി ഉണ്ട്, അതിന് തയ്യാറാണെങ്കിലേ ഞാനിത് പറയുള്ളൂ. പുള്ളി പറഞ്ഞ് എത്ര പൈസയായാലും ചെയ്തല്ലേ പറ്റുള്ളൂ, ചെയ്യാം, ഫ്രണ്ട് പൊളിക്കണം, ദർശനം പ്രശ്നമാണ്, ഈ ഫ്രണ്ട് വശം ഇതേപോലെ ആ സൈഡിലോട്ടാക്കണം, ഇത് പ്ലെയിൻ ഭിത്തിയാക്കി ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരിയെന്നും പറഞ്ഞ് വാടകയ്ക്ക് താമസിച്ചിട്ട് ഏകദേശം 3 മാസം കൊണ്ട് ഈ ഫ്രണ്ട് എലിവേഷനൊക്കെ പൊളിച്ച് ഇത് ആ സൈഡിലോട്ടാക്കി തിരിച്ചു വെച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞിട്ടാണല്ലോ അതൊക്കെ ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് ഇതിൻ്റെ 2ാമത് റീപാല് കാച്ചലിന് ഇയാളെ തന്നെ മെയിൻ ആളായിട്ട് കർമ്മികമായിട്ട് വിളിച്ചു. അപ്പോൾ അയാൾ വന്നു, ഗംഭീരായി, ഇനി ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല, എല്ലാം ഗംഭീരായി എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറച്ച് പൂജയൊക്കെ ചെയ്ത് പറഞ്ഞ് ഇനി എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞ് എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അനൗൺസ് ചെയ്തിട്ട് പുള്ളി കണ്ണടച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നു, പുള്ളി മാത്രം ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുക. പിന്നെ ഈ ഹൗസ് ഓണർ ചോദിച്ചു അതെന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നേ? പുള്ളി ചോദിച്ചു ഇതല്ലേ കിഴക്ക് എന്ന് ചോദിച്ചു. ഹൗസ് ഓണർ അല്ല ഇതാ കിഴക്ക് എന്ന് പറഞ്ഞു. ഉടനെ ഈ പുള്ളി ആണോ, എന്നാൽ പഴയ പോലെ തന്നെ മതി, ഒരു കുഴപ്പമില്ല, വീടിന് എല്ലാം ഓക്കെ എന്ന്.